ഓൺലൈൻ ടാക്സി ജീവനക്കാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണ്. കമ്പനികൾ കമ്മീഷൻ ഈടാക്കുന്നത് കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് അവർ സമരം ചെയ്യുന്നത്. അതായത് 1000 രൂപ വരുമാനം കിട്ടുകയാണെങ്കിൽ അതിൽ 500 രൂപ കമ്മീഷനായി കൊടുക്കേണ്ടി വരുമെന്നാണ് ഈ ഡ്രൈവർമാരൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. എന്താണ് ഇപ്പോൾ അവരുടെ സമരത്തിൻ്റെ ഒരു അപ്ഡേഷൻ എന്തൊക്കെയാണ്? ഐശ്വര്യ, ഏതായാലും യൂബർ, ഒലെ, റാപ്പിഡോ, ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ സ്ഥാപനമായിട്ടുള്ള ഈ കേരള സഫാരി അടക്കമുള്ള ഓൺലൈൻ ടാക്സി സർവീസുകളാണ് ഇന്നു മുതൽ അനിശ്ചിതകാലത്തിലേക്ക് സമരത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇവർ ഈ സമര പ്രഖ്യാപനം നടത്തിയിരുന്നതാണ്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്നുള്ളത് ഈ വേതനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നിലവിലിപ്പോൾ ഈ കമ്മീഷൻ ലഭിക്കുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്ന് വലിയൊരു തുകയാണ് ഈ സ്ഥാപനങ്ങൾ കമ്മീഷനായിട്ട് ഈടാക്കുന്നത്. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 500 രൂപ ഇത്തരത്തിൽ കമ്മീഷനായിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രവുമല്ല, നിലവിലുള്ള സാഹചര്യത്തിൽ ഇന്ധനത്തിൻ്റെ വില വർധനവടക്കം ഉള്ളൊരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ തന്നെ വാഹനം ഡ്രൈവർമാരെല്ലാം തന്നെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴും ഈ ഒരു കമ്മീഷൻ, അത് വലിയൊരു തുക തന്നെ കമ്മീഷനായി ഈടാക്കുന്നതിനെതിരെയാണ് ഏതായാലും പ്രതിഷേധവുമായിട്ട് ഡ്രൈവർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സൂചന പണിമുടക്കുകളൊക്കെ കഴിഞ്ഞ തവണയൊക്കെ നടന്നു തരുന്നതാണ്. എന്നാൽ പിന്നീട് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കമ്പനികൾ ഇടപെടാനോ ഇതിലൊരു പരിഹാരം കണ്ടെത്താനോ ശ്രമിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അനിശ്ചിതകാല സമരം എന്ന രീതിയിലേക്ക് ഡ്രൈവർമാർ നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇന്നു മുതൽ അനിശ്ചിതകാല സമരം നടത്തും എന്നുള്ളൊരു കാര്യമാണ് ഡ്രൈവർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സമരം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്.